ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗഡിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവ് ആയി. ഫിറോസാബാദ് എക്സ്പ്ലോഷൻ, ഫിറോസാബാദിലെ പൊട്ടിത്തെറി, ഫിറോസാബാദിലെ പടക്ക ഗോഡൗണിലുണ്ടായ പൊട്ടിത്തെറി സെപ്റ്റംബർ 16, അതായത് തിങ്കളാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. സംഭവത്തിൽ 4 പേര്, അതായത് ഒരു 3 വയസ്സുകാരി, ഒരു കുട്ടി ഉൾപ്പെടെ 4 പേര് മരിച്ചു. 6 പേര് ചികിത്സയിലാണ്. ആകെ 10 പേരായിരുന്നു ആ അവശിഷ്ടങ്ങൾക്കിടയിൽ, അതായത് ആ കെട്ടിടത്തിന് ഭിത്തിയൊക്കെ തകർന്നു വീണ് ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നത്. അവരെ പുറത്തെടുത്തപ്പോൾ അതിൽ 4 പേര് മരണമടഞ്ഞു. ബാക്കി 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫിറോസാബാദ് ജില്ലയിലാണ് സംഭവം നടന്നത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ജില്ലയിൽ ഷിക്കാഹോബാദിന് സമീപം നൗഷേരി ഏരിയയിലായിരുന്നു ഈ പടക്ക ഗോഡൗൺ സ്ഥിതി ചെയ്തത്. അവിടെയാണ് തിങ്കളാഴ്ച രാത്രിയോടുകൂടി ഈ സംഭവം നടന്നത്. 3 വയസ്സുകാരി കുട്ടി ഉൾപ്പെടെ 4 പേര് മരിക്കുകയും 6 പേര് ചികിത്സയിലിരിക്കുകയാണ്. ഈ സംഭവം പടക്ക ഗോഡൗണിൽ ഉണ്ടായ ആ ഒരു പൊട്ടിത്തെറി എന്നത്. അപ്പോൾ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയൊക്കെ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിൽ പെട്ടവരെയെല്ലാം പുറത്തെടുത്തു. 6 പേര് ആശുപത്രിയിലും 4 പേര് മരണമടയുകയും ചെയ്തു. ഫിറോസാബാദിനെ കുറിച്ച് നോക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ ഗ്ലാസ് നിർമ്മാണ വ്യവസായത്തിന് പേരുകേട്ട ഒരു സ്ഥലമാണ്. ഗ്ലാസ് ഇൻഡസ്ട്രിയുടെ ഒരു സ്ഥലമാണ് ഈ ഫിറോസാബാദ് എന്ന ഒരു നഗരമാണ്. ഫിറോസാബാദ് ജില്ല, ഫിറോസാബാദ് നഗരവുമാണ്, അതോടൊപ്പം ഫിറോസാബാദ് ജില്ലയും കൂടിയാണ്. ഫിറോസാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ നഗരം എന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഇത് സ്ഥാപിച്ചത് 1566 ഈ നഗരം സ്ഥാപിച്ചത്. ഇവിടെ മൗര്യ സാമ്രാജ്യം, അതോടൊപ്പം ഗുപ്ത സാമ്രാജ്യം, ഹർഷ സാമ്രാജ്യം, അതോടൊപ്പം മുഗൾ സാമ്രാജ്യം എന്നീ രാജാക്കന്മാരെല്ലാം ഇവിടെ ഭരിച്ചിട്ടുണ്ട്. 1566 നഗരം സ്ഥാപിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിനുശേഷം ഉത്തർപ്രദേശിനോട് ചേരുന്നു. 1989 ഫിറോസാബാദ് ജില്ല സ്ഥാപിക്കുന്നത്. 1989 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷത്തിനോളം ആണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഫിറോസാബാദ്. അവിടെയാണ് ഈ പൊട്ടിത്തെറി നടന്നതും 4 പേര് മരിച്ചതും 6 പേര് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതും. ഫിറോസാബാദ് എക്സ്പ്ലോഷൻ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യമുനയുടെ തീരത്താണ്, അല്ലെങ്കിൽ യമുന നദിയുടെ സാന്നിധ്യമാണ് ഈ ഫിറോസാബാദിന് മറ്റൊരു പ്രത്യേകത എന്ന്. അതോടൊപ്പം ആഗ്രയുടെ, താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്രയുടെ സമീപമായിട്ടാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യയുടെ ഗ്ലാസ് ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന നഗരമാണ് ഫിറോസാബാദ് എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.